നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് അനാമിക വേണുവിനോട് പറഞ്ഞു, അച്ഛാ എന്തൊക്കെ സംഭവിച്ചാലും ശരി, കോമ്പൻസേഷൻ കിട്ടിയില്ലെങ്കിൽ ഞാൻ അവന് ഡിവോഴ്സ് കൊടുക്കാൻ പോകുന്നില്ല. രേവതി പറഞ്ഞു, അതൊരു കാരണവശാലും വേണ്ട മോളെ, നമ്മൾ ഇത്രയൊക്കെ ക്ഷമിച്ചിട്ട് ഇനിയിപ്പം ഈ ഒരു കാര്യം നടന്നില്ലെങ്കിൽ അവന് ഡിവോഴ്സ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. വേണു പറഞ്ഞു, ചെറിയ തുക കിട്ടിയാലൊന്നും ഡിവോഴ്സ് കൊടുക്കേണ്ട കാര്യമില്ല മോളെ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ 2-3 കോടി എങ്കിലും കിട്ടണം. അല്ല, ഇതിനിടയ്ക്ക് ആ നവീൻ വക്കീൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ അച്ഛാ? അവൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ മോളെ? അവനൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. നീ ഡിവോഴ്സ് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ കൊടുക്കുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ. അല്ലെങ്കിലും അവനും ഇപ്പൊ താല്പര്യമായിരിക്കും നീ ഡിവോഴ്സ് കൊടുക്കാതിരിക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിലല്ലേ അനിയുടെ ശല്യം ഉണ്ടാവാതിരിക്കുള്ളൂ. അനിയും നന്ദുവും തമ്മിൽ ഒന്നാവാതിരിക്കാനായിട്ടല്ലേ അവ ശ്രമിക്കത്തുള്ളൂ. ഇതൊരു നല്ല അവസരമായിട്ടാ എനിക്ക് തോന്നണേന്ന് പറഞ്ഞു. അത് ശരിയാ, നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ വേണു അനാമിയും കൂടെ കോടതിയിലേക്ക് പോവുകയാണ്. രേവതി പോയില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കോടതിയിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാവും എന്താവും എന്നൊക്കെ ഓർത്തൊരു ഭയം. ഒരുപക്ഷെ നവീൻ തന്നെ ചതിക്കുവോ, നന്ദുവിനെ നേടാൻ വേണ്ടിയിട്ട് അവൻ തന്നോട് ചതി കാണിക്കുവോ? അങ്ങനെ ചെയ്തിട്ടുണ്ട് തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു ചിന്തയായിരുന്നു. ഒടുവിൽ കോടതി വളപ്പിലെത്തുമ്പോഴത്തേനും അവിടെ അനാമികയും വേണു എത്തിയിട്ടുണ്ടായിരുന്നു. അവര് ജോർജ് വക്കീലുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനി അങ്ങോട്ടേക്ക് വരുന്നത്. അനിയെ കണ്ടതും ജോർജ് വക്കീൽ അങ്ങോട്ട് വന്നു. അപ്പൊ കോമ്പൻസേഷൻ കൊടുക്കുവാണെങ്കിൽ ഈ നടപ്പ് വല്ലതും നടക്കണമായിരുന്നോ? അനി നേരത്തെ തന്നെ ഡിവോഴ്സ് കിട്ടില്ലായിരുന്നോ എന്ന് ചോദിച്ചു. ഓഹോ, അപ്പൊ കോമ്പൻസേഷൻ മേടിക്കാനായിട്ടായിരിക്കും അല്ലേ അച്ഛനും മോളും കൂടെ വന്നിരിക്കുന്നത്? കിട്ടുക തന്നെ. ഇനി മര്യാദയാണ് മര്യാദ, നിനക്കൊരു ജീവിതമൊക്കെ വേണ്ടല്ലേ എന്ന് വക്കീൽ ചോദിച്ചു. കോമ്പൻസേഷൻ കൊടുത്തില്ലെങ്കിൽ നിന്റെ വക്കീൽ എത്ര കടഞ്ഞു പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ലെന്ന് വെറുതെയാന്ന് പറഞ്ഞു. അനി പറഞ്ഞു, ആയിക്കോട്ടെ, 1 രൂപ പോലും കൊടുത്തിട്ട് എനിക്ക് ഈ കേസ് അല്ലെങ്കിൽ ഈ ഡിവോഴ്സ് കേസ് ഇവള് പിൻവലിക്കണ്ട, അല്ലെങ്കിൽ ഡിവോഴ്സ് കേസിൽ എനിക്കൊരു തീരുമാനം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും എനിക്ക് അറിയാം, 1 രൂപ പോലും കൊടുക്കാതെ ഈ ഡിവോഴ്സ് കേസ് ഞാൻ ജയിക്കും, അത് നിങ്ങൾ കണ്ടോളാൻ പറഞ്ഞു. അപ്പോഴേക്കും ജോർജ് വക്കീൽ പറഞ്ഞു, നിന്റെ വക്കീൽ കിണഞ്ഞ് പരിശ്രമിച്ചാൽ അതൊന്നും നടക്കത്തൊന്നുമില്ല. നീ ഇനിയും നടക്കേണ്ടതായിട്ട് വരും. കാരണം ഇവള് നിനക്ക് ഡിവോഴ്സ് തന്നല്ലേ ഉള്ളെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അനാമിക പറഞ്ഞു, അതെ വക്കീലെ, എനിക്ക് എന്താണ് കോമ്പൻസേഷൻ കിട്ടാതെ ഞാൻ ഇവന് ഡിവോഴ്സ് കൊടുക്കുന്ന പ്രശ്നമില്ലാന്ന് പറഞ്ഞു. വേണു പറഞ്ഞു, മര്യാദയുടെ ഭാഷയിൽ ഞങ്ങൾ പറയണേ, നിനക്കൊരു ജീവിതം വേണമെങ്കിൽ മതി, ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു നിർബന്ധമില്ല. അനാമിക പറഞ്ഞു, എൻ്റെ ജീവിതം താർന്നാലും ശരി, എനിക്ക് കിട്ടേണ്ട തുക കിട്ടാതെ ഞാൻ ഒരു കാരണവശാലും പിന്മാറില്ല എന്ന് പറഞ്ഞു. പക്ഷെ അനി അങ്ങനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ അനി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ ജോർജ് വക്കീൽ പറഞ്ഞു, അവൻ നല്ല ബോൾഡായിട്ടാണല്ലോ സംസാരിച്ചേ, ഇനി അവര് കോമ്പൻസേഷൻ തരാതിരിക്കുവോ? വക്കീലെ, എന്ത് വില കൊടുത്തും ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം കിട്ടുവാണെങ്കിൽ വക്കീലിന് അതിൻ്റെതായ ഗുണം ഉണ്ടായിരിക്കും, അറിയാലോ. എൻ്റെ അടുത്ത അവൻ്റെ കളി, അവനല്ല അവൻ അതൊക്കെ വലിയ വക്കീൽ വന്നാലും എൻ്റെ അടുത്ത് പിടിച്ചിരിക്കാൻ പറ്റുമെന്നില്ല. നവീൻ വക്കീലല്ലേ, അവൻ വരട്ടെ, നമുക്ക് നോക്കാം, കോടതി കാണാന്ന് പറഞ്ഞു. കോമ്പൻസേഷൻ കിട്ടാതെ എന്താണെങ്കിലും ഇനി അവന് ഡിവോഴ്സ് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാ ജോർജ് വക്കീൽ അകത്തേക്ക് കയറി പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് നവീൻ വരുന്നത്. നവീൻ വന്നു കഴിഞ്ഞപ്പോൾ അനി നവീനെ പോയി കാണുന്നുണ്ട്. നവീനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് നവീൻ പറഞ്ഞു, നീ പേടിക്കാതിരിക്കാൻ, നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെന്ന് ചോദിച്ചു. എടാ, വിശ്വാസമൊക്കെ ഉണ്ട്, എങ്കിൽ പിന്നെ നീ എന്തിനാ ഭയക്കണത്, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ആ സമയം നന്ദുവിനാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട്, എങ്ങനെയാവും അറിയത്തില്ല, കോടതിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഇന്നും കൂടെ അനാമിക ഡിവോഴ്സ് കൊടുത്തില്ലെങ്കിൽ അത് പിന്നെ പ്രശ്നമാകത്തുള്ളൂ. നവീനന്റെ ആലോചന വേണ്ടി തൻ്റെ വീട്ടുകാരും മുന്നോട്ട് പോകും. തനിക്ക് ഒന്നും മേലാത്തൊരവസ്ഥയാവും, എതിർത്ത് നിൽക്കാനും പറ്റില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരുപക്ഷെ ഇന്നും കൂടെ ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ നവീൻ എൻ്റെ മേലുള്ള അനിയുടെ വിശ്വാസവും നഷ്ടപ്പെടും. ഇത്രയും കാലം പല കേസുകളിൽ നിന്നും തന്നെയാണെങ്കിലും അല്ലെങ്കിൽ അനന്തപുരിക്കാരെയുള്ള രക്ഷിച്ചിട്ടുള്ള ആളാണ് നവീനേട്ടൻ. നവീനേട്ടൻ അങ്ങനെ ചതിക്കുമെന്ന് തോന്നില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ ഒടുവിൽ കോടതി കേസ് വിളിക്കുവാണ്. അനാമികയുടെ അനിയുടെയും കേസ് വിളിച്ചു. കേസ് വിളിക്കണ സമയത്ത് ജോർജ് വക്കീൽ കയറി ബാധിക്കുന്നുണ്ട്. എൻ്റെ കക്ഷി ഇത്രയും കാലമായി, കുറെ കാലങ്ങളായിട്ട് സ്വന്തം വീട്ടിലാണ് കഴിയുന്നത്, അത് അനിയുടെ ദൂർനടപ്പ് കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അനിക്കെതിരെ കുറെ ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വില പോയില്ല. ഒടുവിൽ നവീൻ്റെ ഊഴമായിരുന്നു. നവീൻ അങ്ങോട്ട് കയറി.
നവീൻ കയറിയിട്ട് അനാമയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം. അപ്പൊ ഇതിനു മുമ്പ് കുറെ കാര്യങ്ങളൊക്കെ കോടതിക്ക് മുമ്പേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണ്. അനാമയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും അത് മാത്രമല്ല അവളുടെ പോക്ക് ശരിയല്ല, അവൾക്ക് വേറെ ചെറുപ്പക്കാരനായിട്ട് അഫെയർ ഉണ്ടായിരുന്നു, അനിയുമായിട്ട് കല്യാണം നടക്കുന്ന സമയത്തും അതുണ്ടായിരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ അനാമിയുടെ വക്കീല് തള്ളുകയോ ചെയ്തേ. ഇതൊക്കെ വെറുതെ ഓരോ കെട്ടുകഥകൾ ഉണ്ടാക്കി പറയുകയെന്ന് പറഞ്ഞു. പക്ഷെ നവീൻ പറഞ്ഞു കെട്ടുകഥയല്ല, ഒറിജിനൽ ആയിട്ടുള്ള കാര്യമാണ്, അതെനിക്ക് കോടതിയിൽ തെളിയിക്കാൻ പറ്റും, അതിന് ജീവിച്ചിരിക്കുന്ന തെളിവുകളും സാക്ഷികളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനാമയൊന്ന് ഞെട്ടി. ജീവിച്ചിരിക്കുന്ന തെളിവ് അതെന്തായിരിക്കും പോലും എന്നൊരു ചിന്ത. അപ്പോഴേക്കും സ്റ്റെബിനെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. സ്റ്റെബിനെ അങ്ങോട്ടേക്ക് വരുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അനാമയ്ക്കാണെങ്കിലും അതെ, വേണുവിനാണെങ്കിലും ശരി. സ്റ്റെബിനോടെ കൊണ്ട് മൊഴി കൊടുക്കുന്ന നവീനല്ലേ കക്ഷി. നവീൻ സ്റ്റെബിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കേസ് എങ്ങനെയെങ്കിലും തനിക്ക് ജയിക്കണം, കാരണം എനിക്ക് ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ തന്റെ മേലുള്ള അവരുടെ വിശ്വാസം വരെ നഷ്ടപ്പെട്ടു പോകും, താൻ തന്റെ കൂട്ടുകാരനെ ചതിച്ചെന്നാവും. ആ ഒരു ചിന്തയായിരുന്നു നവീന്റെ മനസ്സിൽ. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും പാവം നവീൻ തയ്യാറായിരുന്നു, തന്റെ കൂട്ടുകാരന് വേണ്ടിയിട്ട്. അങ്ങനെ സ്റ്റെബിനെ വിസ്തരിക്കുന്ന സമയത്ത് സ്റ്റെബിനോട് കാര്യങ്ങൾ തിരക്കി. അനാമയെ അറിയാവുന്നൊക്കെ ചോദിച്ചു. സ്റ്റെബിൻ പറഞ്ഞു അറിയാം. നിങ്ങൾ തമ്മിൽ എങ്ങനെയുള്ള പരിചയമാണെന്ന് ചോദിച്ചു. അത് അനിയുമായിട്ട് വിവാഹം കഴിയണ സമയത്തും ഞങ്ങൾ തമ്മിൽ അടുപ്പത്തിലായിരുന്നു. അടുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ രീതിയിലുള്ള അടുപ്പം ഉണ്ടെന്ന് പറഞ്ഞു. അനിയുമായിട്ട് ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം അവളുടെ കഴുത്തിൽ താലി ആടത്താനിരിക്കുക ഞാൻ. പിന്നീട് ഓരോ കാര്യങ്ങളും കോടതിയിലെല്ലാം വിസ്തരിച്ച് പറയാണ് സ്റ്റെബിന്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അനാമിക ആകെപ്പാടെ ഞെട്ടിത്തെരിച്ചിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെബിന് തെളിവുകളും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞു. കോടതിക്ക് വ്യക്തമായി അനാമികയുടെ സ്വഭാവം എന്താ എങ്ങനെയാന്നൊക്കെ. പിന്നീട് നവീന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. നവീന് തെളിയിക്കാൻ പറ്റുമായിരുന്നു തന്റെ കക്ഷിയെ മനഃപൂർവ്വം ചതിക്കുകയോ ചെയ്തേ. മറ്റൊരുത്തനുമായിട്ട് പ്രണയത്തിലായിരുന്നു, അവനുമായിട്ടൊരു ജീവിതം തുടങ്ങിയ സമയത്ത് എന്റെ കക്ഷിയെ ചതിച്ച് അവന്റെ ജീവിതത്തിലേക്ക് സ്വത്ത് മോഹിച്ച് കടന്നു വന്ന ഇപ്പം ആ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോമ്പൻസേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഡിവോഴ്സ് പോലും കൊടുക്കാതിരിക്കുന്നത്. അവരുടെ സ്വഭാവം ശരിയല്ല, അവരുടെ മാത്രമല്ല അവരുടെ കുടുംബക്കാരുടെ. ഇതിനു മുമ്പ് ഞാനത് മുമ്പ് കോടതിയിൽ തെളിയിച്ചിട്ടുണ്ട്. അതിന് തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് കുടുംബ കോടതിയിൽ അത് ഹാജരാക്കുവാണ്. അനാമയ്ക്ക് ഉത്തരം മുട്ടിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? അനാമയുടെ വക്കീലെന്ന് ആവടഞ്ഞു. ജോർജ് വലിയ ആളും കളിച്ച് വന്നതാ. അനിയെ കോടതിയിലിട്ട് പോയിക്കാം, കോമ്പൻസേഷൻ കൊടുക്കാതെ ഒരു കാരണവശാലും ഡിവോഴ്സ് കിട്ടത്തില്ല എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അയാളുടെ മനസ്സിൽ. പക്ഷെ അതൊക്കെ നിഷ്ഫലമാക്കി കളഞ്ഞ് നവീന് തെളിവുകൾ സാധ്യത എല്ലാം കൊണ്ടുവന്ന് ഹാജരാക്കി. അങ്ങനെ ഒടുവില് കോടതി ഡിവോഴ്സ് അനുവദിക്കുന്നുണ്ട്. അനി പോലും ഞെട്ടിപ്പോയി. അനി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നവീൻ ഇത്ര കടന്ന് ചിന്തിക്കുന്നു, തനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു തരുമെന്നും. നവീൻ ഒരു കാര്യം ഉറപ്പായി, നന്ദു പറഞ്ഞ് ശരിയാ. നവീൻ ഒരിക്കലും തന്റെ ശത്രുവല്ല, മിത്രം തന്നെയാണ്. തന്നെ ചതിക്കില്ല, കൂട്ടുകാരനെ ചതിക്കാൻ അവന് കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. എന്താണ്, അനാമയ്ക്ക് നല്ല സുഖമാണ്. 1 രൂപ പോലും കോമ്പൻസേഷൻ കിട്ടിയതുമില്ല. നൈസായിട്ട് നവീൻ വക്കീൽ അങ്ങനെ ഡിവോഴ്സ് വാങ്ങിച്ചെടുക്കുകയും ചെയ്തു. അതിന്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.